ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബുക്ക ചിദംബരം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ വീട്ടിലുണ്ടായ ആ ചെറിയൊരു കുളം ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. പുല്ലൊക്കെ പിടിച്ചിട്ട് കുറേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാതെ പോയി. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. വീടിനോട് ചേർന്നുള്ള കുളത്തിനു ചുറ്റും കാടാണെങ്കിലും വെള്ളം സംഭരിക്കുന്ന ടാർപോളിൻ സംവിധാനം ഇപ്പോൾ വളരെ വൃത്തിഹീനമായി കിടക്കുകയാണ്. കൂടാതെ ടാർപോളിൻ കീറി വെള്ളം ചോർന്നു പോകുന്നുമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനായി പ്രദേശത്തെ വൃത്തിയാക്കാനും കുളത്തെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ആദ്യമായി വളർന്നു നിൽക്കുന്ന പുല്ലും കളകളും വെട്ടിമാറ്റി പരിസരം പൂർണ്ണമായും വൃത്തിയാക്കും. അതിനുശേഷം ചോർന്നുപയോഗശൂന്യമായ പഴയ ടാർപോളിൻ മാറ്റി വെള്ളമൊട്ടും ചോർന്നുപോകാത്തതും കൂടുതൽ ഈടുനിൽക്കുന്നതുമായ ഒരു പുതിയ ടാർപോളിൻ മാറ്റി സ്ഥാപിക്കും. ആദ്യം കുളത്തിലെ ചെളിയും മാലിന്യങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്യണം. ഇതിനായി കുളത്തിലെ വെള്ളം വറ്റിച്ച ശേഷം അടിയിലെ കട്ടിയുള്ള ചെളിയെല്ലാം കിളച്ചും കോരിയും പൂർണ്ണമായി പുറത്തെടുക്കണം. തുടർന്ന് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള പഴയ ടാർപോളിൻ പൂർണ്ണമായി നീക്കം ചെയ്യുക. ശേഷം കുളത്തിന്റെ അടിത്തട്ട് വൃത്തിയാക്കി അതിലേക്ക് ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണും ജൈവവളവും ചേർത്ത മിശ്രിതം നിറയ്ക്കണം. ചെളിയും മാലിന്യങ്ങളും നീക്കി പുതിയ മണ്ണും വളവും നൽകി നമ്മുടെ കുളത്തിൽ നട്ട വള്ളിച്ചെടികൾ വളർന്നു പന്തലിച്ചു നിൽക്കുന്നത് കാണാൻ എന്തുമാത്രം ഭംഗിയായിരിക്കും. ആ കാഴ്ച മനസ്സിൽ നിറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം നിറയുന്നു. നമ്മുടെ ഈ കുളം ഇത്രയും മനോഹരമായി തീരുന്നത് കാണുന്നത് ഹൃദയത്തിന് ആനന്ദം നൽകുന്ന ഒരനുഭവമാണ്. ഈ ശുചീകരണ യജ്ഞത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നും ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഫോളോ ചെയ്യുക. എല്ലാ നല്ല മനസ്സുകൾക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ വിട.